ഞാൻ തത്തപ്പള്ളി ഇടവകയെന്ന് വരികയാണ്. ഇതാകുമ്പോൾ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. +2 ശേഷം എനിക്ക് വളരെ പെക്യുലറായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സ്ഥലത്ത് എല്ലാ നേരത്ത് റൂംമേറ്റ്സിന്റെ കൂടെ ആയിക്കോട്ടെ താമസിക്കാൻ ചെല്ലാൻ നേരത്ത് ഞാനൊരു കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് രണ്ടെണ്ണം അടിക്കുമല്ലോ അല്ലേ, രണ്ടെണ്ണം അടിക്കുമല്ലോ അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണലി മദ്യപിക്കാനോ അങ്ങനെ പോകാറില്ല. അപ്പോ അവർക്ക് വളരെ സംശയമാണ്, നീ ക്രിസ്ത്യാനിയാണോ, നീ ഏത് അച്ചായനാണ്, നീ സീറോ മലബാറാണോ എന്നൊക്കെ ചിലവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവർക്ക് എന്തുണ്ടായി എന്നൊരു സംശയം. കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി, ഒരു ഇൻസ്റ്റഗ്രാം ഷോർട്സ് ആയിരുന്നു. കോക്ടെയിൽ നിന്ന് കുലുക്കി നല്ല ഫ്രഷ് ആയിട്ട് എടുത്ത് ആൽക്കഹോൾ കൊടുക്കുന്ന, ആദ്യ കുർബാനയ്ക്ക് ആൽക്കഹോൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രിസ്ത്യാനികളുടെ രീതികൾ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് യുവദീപ്തി എന്ന നിലയിൽ നമ്മുടെ യുവാക്കളെ എങ്ങനെയാണ് ബോധ്യത്തോടുകൂടി വളർത്താനും ഈ ഒരു ഓപ്പൺനെസ്സിനെ മാറ്റാൻ യുവദീപ്തിക്ക് എങ്ങനെ പറ്റും? റിയല് ചോദിച്ചത്, വെള്ളം 2 അടിക്കുവോ, കത്തോലിക്കനാണെങ്കിൽ 2 അടിക്കുവോ? അടിക്കാത്തവരും ഉണ്ട് കേട്ടോ, ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നന്നായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത് കത്തോലിക്ക എന്ന് പറഞ്ഞത് തള്ളിപ്പുള്ളിയാണ്, ഒന്നുമല്ല. നല്ല പിള്ളേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, നന്നായിട്ട് ജീവിതം നയിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വളർത്തുന്നവരുണ്ട്. ഞാൻ 2-3 വർഷം മുമ്പ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ മേഖലയിൽ 7 സീറോ മലബാർ ഇടവകകളിൽ ധ്യാനിപ്പിക്കാൻ പോയി. എല്ലായിടത്തും 100 വീട്ടുകാര്, 150 വീട്ടുകാര്, 200 വീട്ടുകാരൊക്കെ ഉണ്ട്. ഒരിടത്ത് 500 വീട്ടുകാരുണ്ട്. അത് പള്ളിക്ക് സ്ഥലം മേടിച്ചു. നമ്മളവിടെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടും. ഇവിടെ വെച്ച് പള്ളിയിൽ പോകാത്തവരും കൂടെ അവിടെ ചെല്ലുമ്പോൾ പള്ളിയിൽ ഫ്രണ്ടിലുണ്ട്. അവർ വളരെ താല്പര്യപൂർവ്വമുണ്ട്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന വേദപാഠമൊന്നും വെറുതെ അല്ല കേട്ടോ, അവരുടെ ഉള്ളിലുണ്ടത്. അവര് പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ തീരെ മോശമല്ല നമ്മള്. പിന്നെ ഈ വെള്ളമൊക്കെ അടിച്ച് ജീവിതം കളയുന്ന കുറെ പേരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കത്തോലിക്കരുടെ പ്രബലമായ പട്ടണങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി പട്ടണം. ചങ്ങനാശ്ശേരിയിലെ പ്രബലമായ ചന്ത കത്തോലിക്കരുടെ കയ്യിലായിരുന്നു, പ്രത്യേകിച്ച് സുറിയാനിക്കാരുടെ കയ്യിലായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രമുഖ കുടുംബങ്ങളൊക്കെ ബിസിനസ് കുടുംബങ്ങളെല്ലാം ഇല്ലാണ്ടായി. അതിന്റെ ചരിത്രം അന്വേഷിച്ചൊക്കെ ചെല്ലുമ്പം മദ്യം, അച്ചായനെ നശിപ്പിച്ചത് മുഴുവൻ മദ്യമാണ്. ഈ ആലപ്പുഴയിലും കാണും, നിങ്ങൾ ചരിത്രം അന്വേഷിച്ചാൽ മതി. വലിയ പ്രബല കുടുംബങ്ങൾ ഒന്നും ഇല്ലാത്തതായിരുന്നു ഈ അപ്പന്മാരുടെ കള്ളുകൂടിയും നശിപ്പിക്കലാണ്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെ സ്വയം നശിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മാറുന്നു. വെള്ളവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ ഇവിടെ പറയുന്ന കാര്യം, അച്ഛനോട് ഒരു കുട്ടി ചോദിക്കുകയാണ്, പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ കത്തോലിക്കനാണെന്ന് പറയുമ്പോൾ കൂടെയുള്ളവർ 2 അടിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞാൻ അങ്ങനെ അടിക്കുന്ന ആളല്ല. അപ്പോൾ അക്കാര്യം പറയുമ്പോൾ അവർ ചോദിക്കുക, നീ സീറോ മലബാർ തന്നെയാണോ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അടിക്കാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഒരു സഭയുടെ വിശ്വാസി ആ സഭയുടെ പരമാധ്യക്ഷന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരു വർത്തമാനം കേൾക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സഭയുടെ നിലനിൽപ്പ് എവിടെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ ചിരിപ്പിച്ചത് ആ അച്ഛൻ്റെ മറുപടിയാണ്. മൂപ്പര് പറയുകയാണ്, വെള്ളം അടിക്കാത്തവരും ഉണ്ട് കേട്ടോ. എന്താണ് ഈ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയത്? വെള്ളം അടിക്കാത്തവരും ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥ. ഇവരെ പുരോഹിതന്മാരാണത്രേ. അടുത്തന്നെ ചിരിപ്പിച്ചത്, അയാൾ വിദേശത്ത് പോയപ്പോൾ ഇവിടെ പള്ളി പോകാതെ തല്ലിപ്പൊളികളായി നടക്കുന്നവരൊക്കെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെന്ന്. അടുത്ത അയാൾ പറയുകയാണ്, ചങ്ങനാശ്ശേരിയിൽ പണ്ട് അച്ചായന്മാരുടെ കയ്യിലായിരുന്നു മുഴുവൻ. ആ വ്യാപാര മേഖലകളൊക്കെ നശിച്ചുപോയി, കാരണം കള്ളുകൂടിയായിരുന്നു. കത്തോലിക്ക വിശ്വാസികളാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടത് കള്ളുകൂടിയിലാണത്രേ. ആലപ്പുഴയിലും അങ്ങനെ കണ്ടേക്കാം. എത്ര സന്തോഷമായിട്ടാണ് മൂപ്പര് പറയുന്നത്. എടാ, ഇതൊക്കെ ആരുടെ തകർച്ച കൊണ്ടായിരുന്നു? ആ മോൻ പറയുകയാണ്, കുർബാന കൊടുക്കുന്നത് ഏതാണ്ട് മദ്യം കലക്കി കൊടുക്കുകയാണെന്ന്. ആ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കത്തോലിക്ക സഭയിലെ ജിജി മാരിയോ ഫിലാക്കാലിയോ എന്ന ഏടാകൂടത്തിന് അതിൻ്റെ അടിസ്ഥാനം ബാധിച്ചത് കള്ളുകൂടിയായിരുന്നെന്ന
കഴിഞ്ഞ വീഡിയോയിൽ നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരല്ല, അവളുടെ ഹസ്ബൻഡ് തന്നെ പറയുന്നത്. അവൾ നല്ല കള്ളുകൂടിയായിരുന്നപ്പോഴും അയാൾ അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജുകളിൽ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പം അച്ഛന്മാർ പെണ്ണ് കെട്ടാത്തതുകൊണ്ടായിരിക്കും അവർക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതിന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇസ്ലാമിൽ നിന്ന് കത്തോലിക്കയിലേക്ക് വന്ന മാരിയോ ജോസഫും കള്ളു കുടിച്ച് പൂസായി നടക്കുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമാണ്. പിന്നീടുള്ളത് പെന്തക്കോസ്തിൽ നിന്ന് കത്തോലിക്കയിലേക്ക് പോയൊരു സജിത്ത് ജോസഫാണ് അവിടുത്തെ അത്ഭുതങ്ങളുടെ കൊട്ടേഷൻ നടത്തുന്നത്. ഏതായാലും കത്തോലിക്കരുടെ കാര്യം കേട്ടിട്ട് സഹതാപമാണ് തോന്നുന്നത്. ഇവിടെ മൂപ്പര് പറയുകയാണ്, ചങ്ങനാശ്ശേരിയിൽ അച്ചായന്മാർ തകർന്നു പോയത് കള്ളുകൂടി കൊണ്ടാണ്, ആലപ്പുഴയിലെ അച്ചായന്മാർ തകർന്നു പോയത് കള്ളുകൂടി കൊണ്ടാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ പറയുകയാണ് ഫിലോക്കാലിയ അടിപതറിയത് കള്ളുകൂടി കൊണ്ടാണ്. അച്ചോ അല്ലെങ്കിൽ അപ്പാപ്പോ എന്താണ് പറയുന്നത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? എങ്ങനെ പറഞ്ഞു കൊടുക്കും? നിങ്ങൾക്കൊക്കെയും കുടിക്കണ്ടേ? മദ്യപാനി സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് അതിനോട് ചേർന്ന് 15 ഐറ്റം ഉണ്ട്. ഇവകളെല്ലാം ജഡത്തിന്റെ സ്വഭാവങ്ങളാണെന്നും ഇവകൾ പുൽകുന്നവൻ നരകത്തിൽ പോകുമെന്നും പറഞ്ഞു കൊടുക്കേണ്ട സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? നിങ്ങളിപ്പോൾ കരയുന്ന ഈ സാധാ കരച്ചിലില്ലേ, ഇതല്ല കരച്ചിൽ. ഈ മുഴുവൻ ജനത്തെയും നിങ്ങൾ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ്. ചങ്ങനാശ്ശേരി ടൗണിൽ അച്ചായന്മാരുടെ ബിസിനസ് തകർന്നതിൽ മോങ്ങുന്നതിനേക്കാൾ അധികം ഈ ജനത്തെ കൂട്ടമായി നരകത്തിൽ കൊണ്ട് തള്ളിയിട്ട് മോങ്ങേണ്ടി വരും എന്ന വസ്തുത മറക്കരുത്. ഈ പാവം ജനത്തെ മുഴുവൻ കണ്ണ് പൂട്ടിക്കെട്ടിച്ച് നിങ്ങൾ നരകത്തിലേക്ക് നടത്തുകയാണ്. ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ലക്ഷക്കണക്കിന് ജനത്തെ സത്യം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവകളൊന്നും പറഞ്ഞു കൊടുക്കാതെ സീസണുകൾ മാറുന്നതനുസരിച്ച് കയ്യിൽ വ്യത്യസ്ത തരം വിഗ്രഹങ്ങൾ വെച്ചുകൊടുത്ത് അവരെ അതിൻ്റെ പുറകെ നടത്തിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ കുടിലതന്ത്രമുണ്ടല്ലോ, ആടുകളെ ആദരിക്കാതെ ആടുകളുടെ രക്തം കുടിക്കുന്ന ചെന്നായിന്റെ തന്ത്രം, ഇവകൾ നിങ്ങൾ ചുരത്തുന്നതിൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. കത്തോലിക്ക സഭ ജനത്തെ മദ്യപന്മാരാക്കി മാത്രമല്ല, ജനത്തെ വിഗ്രഹാരാധികളാക്കിയും ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ അകറ്റി നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം നിങ്ങൾ വായിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നമ്മെ രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുമ്പോൾ, പത്രോസാണ് ആദ്യത്തെ പോപ്പെന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭ യേശുക്രിസ്തുവിൽ നിന്ന് മാറി മറ്റുതര ദൈവങ്ങളെയും ദൈവസങ്കല്പങ്ങളെയും വ്യക്തികളെയും പുൽകുവാൻ ജനത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും പാപങ്ങളിൽ തുടരുവാൻ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം നിർത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ലോകത്തെ മുഴുവൻ ക്രിസ്തുവിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ വേണ്ടി ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ തക്കവണ്ണം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സഭയെ ക്രിസ്തുവിൽ നിന്ന് വഴിപിഴപ്പിച്ച് തിരുസഭ എന്ന വ്യാജേന നടക്കുന്ന കത്തോലിക്ക സഭയിലേക്കോ സഭയുടെ നേതാവെന്ന് ചമഞ്ഞു നടക്കുന്ന പോപ്പിലേക്കോ തിരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ജനത്തെ വഴിതെറ്റിച്ച് കളയുക എന്ന പൈശാചിക തന്ത്രത്തിൽ നിന്ന് പിശാച് ഒരിക്കലും മാറില്ല. അവസാനം വരെ അവൻ രൂക്ഷമായി നിൽക്കുമെന്നതിന് സംശയം വേണ്ട. അതുപോലെ മറ്റൊന്ന് തന്നെയാണ് ഇസ്ലാമും. ഒടുവിലത്തെ പ്രവാചകൻ എന്ന് വ്യാജേന അഭിനയിച്ചുകൊണ്ട് ചെകുത്താന്റെ കയ്യിലെ ഉഷാറ് ആയുധമായി മുൻപിലേക്ക് വന്നിരിക്കുന്ന വ്യാജ പ്രവാചകൻ അതിലൂടെ ലക്ഷക്കണക്കിന് ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മദ്യപ്പുഴയുണ്ടെന്നാണ്. അച്ചായന്മാരും മദ്യപിച്ച് പൂസായി നടക്കുന്നു, ഇവിടെയും മദ്യപ്പുഴയുണ്ടെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, മദ്യപാനം ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നാണ്. രക്ഷിക്കപ്പെടാതെ ആ ജഡത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുക എളുപ്പമല്ല. മരണം വരെ നാം ഈ ജഡത്തിൽ ഇരിക്കേണ്ടി വരും. ഈ ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ മാനസാന്തരപ്പെടുകയല്ലാതെ വേറെ മരുന്നില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാനും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും അതിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജഡത്തിന്റെ പ്രവർത്തികളെ ജയിച്ച് നിത്യതയ്ക്കൊരുങ്ങുവാനും നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപയുണ്ടാക്കട്ടെ. ആ കൃപയ്ക്ക് പാത്രീഭവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അച്ഛനടക്കം മാനസാന്തരം ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. May God bless everybody.